ഇവിടെ അതാണോ നടക്കുന്നത്? കസേര കിട്ടാതെ നേരെ ബി.ജെ.പിയുടെ ആലയത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണ് പ്രാദേശിക വിഭാഗീയതയാവുക? എന്ന് മാത്രമല്ല, ഈ ടി ശശിധരനെ പോലെയൊക്കെയുള്ള ആളുകൾ എത്ര കാലമാണ് അവഗണിക്കപ്പെട്ടിട്ടുള്ളത്? അപ്പോഴും കസേര തേടി അവർ പോയിട്ടില്ലല്ലോ. ഇപ്പോഴും ഒരു DC അംഗമായിരിക്കേണ്ട ആളാണോ ശശിധരൻ? അപ്പോൾ പ്രത്യയശാസ്ത്ര ദാർഢ്യമുള്ള ആ പഴയ വിഭാഗീയതയ്ക്കായിരുന്നു ഇന്ന് എം വി ഗോവിന്ദൻ നയിക്കുന്ന ഈ പാർട്ടിയിലെ പ്രാദേശിക വിഭാഗീയതയേക്കാൾ മഹത്വമുണ്ടായിരുന്നത് എന്ന കുറ്റസമ്മതമാണോ എം വി ഗോവിന്ദൻ നടത്തേണ്ടത്? സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മലപ്പുറം സമ്മേളനത്തിന് ശേഷം പാർട്ടി പിടിച്ചടക്കപ്പെടുകയും അത് സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി, സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടി ഉപയോഗിക്കുകയും ചെയ്ത് തുടർച്ചയായി കുറെ വർഷങ്ങൾ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അതിന് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയവും ഇല്ലാതായിരിക്കും എന്നുള്ളതാണ് പുതിയ പ്രശ്നം. CPM നേരത്തെ വിഭാഗീയതയൊക്കെ ഉണ്ട്, അതിലൊന്നും സംശയമൊന്നുമില്ല. പലതരത്തിലുള്ള വിഭാഗീയതയെ കുറിച്ച് അറിയാം നമുക്ക്. ഞാൻ അതിന്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ നിങ്ങൾക്കറിയാം, കേരളത്തില് വികസനവാദികളും അതുപോലെ തന്നെ മറ്റ് പരിസ്ഥിതിവാദികളും തമ്മിലൊക്കെയുള്ള വലിയ സംഘർഷം നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള വിഭാഗീയത കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ഭാഗത്ത് E. ബാലാനന്ദനും മറുഭാഗത്ത് MP പരമേശ്വരനും ഒക്കെ ചേർന്നുകൊണ്ട് സൈലന്റ് വാലി പ്രശ്നമൊക്കെ നടക്കുന്ന സമയത്ത് വികസനത്തോടുള്ള സമീപനം എന്തായിരിക്കണം എന്ന് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് VS അച്യുതാനന്ദന്റെ കാലത്ത് ഈ വെട്ടിനിരത്തൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ CPM-നകത്തെ ബ്രാഹ്മണിക് ഐഡിയോളജിയും കീഴാള വിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷം നടന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഭാഗമായി വിഭാഗീയതയും പാർട്ടിക്കകത്ത് എല്ലാ കാലത്തും നിലനിന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് നമ്മൾ നിരാകരിച്ചുകൊണ്ട് കാര്യമില്ല. പക്ഷേ മലപ്പുറം സമ്മേളനത്തിന് ശേഷം സംഭവിക്കുന്നത്, രാഷ്ട്രീയം പൂർണ്ണമായി പാർട്ടി ഉപേക്ഷിക്കുകയാണ്. തൊഴിലാളി വർഗ വിപ്ലവവും ജനകീയ ജനാധിപത്യ വിപ്ലവവും തുടങ്ങിയിട്ടുള്ള CPM-ന്റെ കാഴ്ചപ്പാട്, CPM-ന്റെ പരിപാടി, ആ പാർട്ടിയെ സംബന്ധിച്ച്, ആ പരിപാടിയെ സംബന്ധിച്ച് നൗഷാദിനോട് നിങ്ങളൊന്ന് ചോദിക്കൂ. അദ്ദേഹത്തിന് എന്താണ് ആ പരിപാടി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതൊക്കെ വിട്ടുകളഞ്ഞിട്ട് രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ആ അധികാരം ഉപയോഗിച്ച് വലിയ തോതിൽ പണം സമ്പാദിക്കുക. ആ പണം സമ്പാദിക്കുന്നതിനെയോ പാർട്ടിക്കകത്ത് സമ്പൂർണ്ണമായി അഴിമതി കൊടികുത്തി വാഴുന്നതിനെയോ ഒന്നും ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതിന്റെ തലപ്പത്തിരിക്കുന്ന പിണറായി വിജയൻ മകളുടെ പേര് മുതൽക്കുള്ള അഴിമതികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അല്ലെങ്കിൽ അതിന് ഉയർന്ന ഘട്ടത്തിലുള്ള ആളുകൾ മുതൽക്ക് താഴെ തട്ടം വരുന്നെങ്കിൽ, താഴെ ബ്രാഞ്ചിൽ ഒരു കൾവർട്ട് നിർമ്മാണം നടത്തുന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് അധികാരമുള്ള സ്ഥാനമാണെങ്കിൽ അവിടുന്ന് കൃത്യമായ കമ്മീഷൻ ചോദിച്ച് വാങ്ങുന്ന അവസ്ഥയിലേക്ക് ഓരോരുത്തരും കാശുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു സെക്കൻഡ്, ഈ ഒരു മധു മുല്ലശ്ശേരി എന്ന ഒറ്റ ഏരിയ സെക്രട്ടറിക്ക് മാത്രമാണോ ഇങ്ങനെ ഈ ബഹുനില മാളികയുള്ളത്, ഓതി കാറുള്ളത്, അതുപോലെ തന്നെ വലിയ വലിയ മറ്റു വാഹനങ്ങൾ ഉള്ളത് മക്കൾക്കുമൊക്കെ ആയിട്ട്? മാത്രവുമല്ല, ഇത്ര ഒരു സെക്കൻഡ് പാർട്ടി മുന്നോട്ട് പോകണമെങ്കിൽ ഫണ്ട് റൈസേഴ്സ് ഉണ്ടാകണം. അങ്ങനെ ഒരാളാണോ ഈ പറയുന്ന മധു മുല്ലശ്ശേരി? അങ്ങനെയെങ്കിൽ മധു മുല്ലശ്ശേരിയുടെ ഇപ്പോഴത്തെ ഇച്ഛാഭംഗത്തിന് കാരണം എന്താണ്? പുതിയ ഫണ്ട് റൈസേഴ്സ് ഉണ്ടായി. അങ്ങനെ ഫണ്ട് റൈസർമാരുടെ ഈ തർക്കമാണോ നടക്കുന്നത്? തീർച്ചയായും അതൊക്കെ തന്നെയാണ് നടക്കുന്നത്. CPM-ന് ഇപ്പൊ വേണ്ടത് ഫണ്ട് റൈസർമാരാണ്, അല്ലാതെ ഒരു രാഷ്ട്രീയ പരിപാടി മുന്നോട്ട് വെക്കുന്നല്ല. നിങ്ങൾ നോക്കൂ, മധു പൊന്നശ്ശേരി പറയുന്നത്, ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനായി പോയില്ലേ, എനിക്ക് ഏതെങ്കിലും പാർട്ടി ബോധമയ്യോ എന്നാണ്. അദ്ദേഹം പറയുന്നതിന്റെ മലയാളം എന്താണ്? അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? രാഷ്ട്രീയ പ്രവർത്തകനായി പോയി, അതുകൊണ്ട് ഇതൊരു പ്രൊഫഷനാണ്. ഈ ഒരു CPM-ന്റെ അകത്ത് ലഭിച്ചുകൊണ്ടിരുന്ന കുറെ സൗകര്യങ്ങളുണ്ട്, CPM കൊടുത്തിട്ടുള്ള അധികാരമുണ്ട്, കാശ് സമ്പാദിക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങളുണ്ട്. അത് ബ്ലോക്ക് ആവുമ്പോൾ, അതിലേതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി വരുമ്പോൾ അതിനേക്കാൾ പണം സമ്പാദിക്കാൻ കഴിയുന്ന വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലോട്ട് പോവുക.